അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ മൻ ലാ നബിയ്യല്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇബ്നു തൈമിയയുടെ തീരത്ത് എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ടുള്ള വീഡിയോ സീരീസിലാണ് നാം ഉള്ളത്. അതിലെ 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ ഒരു എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. മഹാനായ പണ്ഡിതൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പ്രത്യേകമായി ചരിത്ര പഠനം നടത്തിയ ഒരു ചരിത്രകാരനായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രധാന മേഖല എന്ന് പറയുന്നത് ചരിത്രമല്ല എന്നർത്ഥം. എന്നാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചരിത്രത്തിൽ അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കാഴ്ചപ്പാടിനെ കുറിച്ച് ചരിത്രത്തിൽ തന്നെ ആഴമേറിയ അറിവുള്ള ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യൻ തന്നെയായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം സാദുൽ മആദ്, ആ ഗ്രന്ഥത്തിൽ ഒരു സംഭവം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇബ്നു തൈമിയയുടെ ചരിത്ര മേഖലയിലുള്ള നിപുണത, അദ്ദേഹത്തിൻ്റെ അറിവിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്രം എടുത്തു കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഒരു ഇസ്ലാമിക രാജ്യം, അത് ഒരുപക്ഷെ സിറിയയോ അല്ലെങ്കിൽ ഇറാഖോ ആയിരിക്കാം, ജൂതന്മാരായ കുറച്ച് ആളുകൾ ഒരു പുരാതന എഴുത്ത് പ്രമാണം ജനങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആ പ്രമാണത്തിലുള്ള കടലാസുകൾ കുറച്ച് ദ്രവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അതിലുള്ള ലിഖിതങ്ങൾ, അതിൽ എഴുതിയിട്ടുള്ള എഴുത്തുകളൊക്കെ കുറേ വളരെ ഏൻഷ്യൻ്റായിട്ട് കുറച്ച് പഴയതുപോലെ തോന്നിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അത് ജനങ്ങളുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് അവർ പറയുന്നത് പ്രവാചകന് ഖൈബറിലെ ജൂതന്മാരെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നായിരുന്നു ആ ഒരു എഴുത്തിലുള്ള, ആ രേഖയിലുള്ള ഉള്ളടക്കം. അതാണ് പ്രവാചകൻ ഖൈബറിലെ ജൂതന്മാരെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഉള്ളടക്കം. അപ്പോൾ അതിൽ അലി റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗത്ഭരായ സ്വഹാബിമാരുടെ സാക്ഷ്യമുദ്ര, ഒപ്പും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. ആ രേഖയിൽ, ഈ ജൂതന്മാർ കൊണ്ടുവന്നെടുത്ത രേഖയിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ചില ആളുകൾ അത് വായിച്ചിട്ട് അതിൽ വഞ്ചിതരായി അത് ശരിയാണ് എന്ന് കരുതി അത് പ്രയോഗവൽക്കരിക്കാനും അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ജൂതന്മാരെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കാനും അവർ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഈ ഒരു രേഖ, ഈ ഒരു പ്രമാണം വല്ലാതെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് ഈ പറയുന്ന ഈ കരട് രേഖ അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കയ്യിലെത്തി. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അത് കണ്ട ഉടനെ തന്നെ ആ രേഖ അത് വ്യാജമാണ്, അസംബന്ധമാണ് എന്ന് വിധി പറയുകയും അത് കെട്ടിച്ചമച്ചതാണ് എന്നതിന് അനിഷേധ്യമായ ചില തെളിവുകൾ അദ്ദേഹം മുന്നിൽ നിരത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ രേഖ കണ്ടപ്പോൾ അത് വ്യാജാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നതിന് ചില തെളിവുകൾ പറഞ്ഞു കൊടുത്തു. ആ തെളിവുകൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഒന്ന് നോക്കാം. അതിൽ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ തെളിവ്, ആ രേഖയിൽ ഒപ്പുവെച്ചവരായിട്ട് അവർ കൊണ്ടുവന്ന, ആ ജൂതന്മാർ കൊണ്ടുവന്ന് സമർപ്പിച്ച രേഖയിൽ ഒപ്പുവെച്ചവരായിട്ട് അതിൽ പേര് ഉണ്ടായിരുന്നത് ഒന്ന് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റൊന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ രേഖ നോക്കിയിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്നത് ഖൈബറിന് മുമ്പേ മരണപ്പെട്ട സ്വഹാബിയാണ്. പിന്നെ എങ്ങനെയാണ് ഖൈബറിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് ജിസിയയിൽ നിന്ന് ജൂതന്മാർ ഒഴിവാക്കി എന്ന് പറയുന്ന പ്രമാണത്തിൽ ആ രേഖയിൽ സഅദ് ഇബ്നു മുആദിൻ്റെ ഒപ്പുണ്ടാവുക, സാക്ഷ്യമുദ്ര ഉണ്ടാവുക? കാരണം ഖൈബറിന് മുമ്പേ മരണപ്പെട്ടു പോയ ആളാണ് സഅദ് ഇബ്നു മുആദ്. അതൊരു തെളിവായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് ജൂതന്മാരെ ജിസിയയിൽ നിന്ന് ഒഴിവാക്കി എന്ന ഒരു പ്രസ്താവന ആ രേഖയിൽ ഉണ്ട് എന്നാണല്ലോ ഇത് കൊണ്ടുവന്നു കൊടുത്ത ജൂതന്മാർ പറഞ്ഞത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു കാര്യം, ജിസിയയുടെ വിധി ഖൈബറിൻ്റെ സമയത്ത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നാണ്. ജിസിയൻ്റെ വിധി ഖൈബറിൻ്റെ സമയത്ത്, ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഖൈബറിന് ശേഷം, ഖൈബർ യുദ്ധം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് നടന്ന തബൂക്ക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജിസിയയുടെ നിയമം അവതരിക്കുന്നത് തന്നെ.
അപ്പോൾ ആ പറയുന്ന ജിസിയയിൽ നിന്ന് ജൂതന്മാരെ ഒഴിവാക്കി എന്ന് പറയുന്ന ആ ന്യായത്തിൽ ഒരർത്ഥമില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ജൂതന്മാരോട് പരുഷമായി പെരുമാറരുത്, അനീതി കാണിക്കരുത് എന്നൊക്കെ ആ രേഖയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ജൂതന്മാരോട് എന്നല്ല, ആരോടും പരുഷമായി പെരുമാറാനോ അനീതി കാണിക്കാനോ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും സ്വഹാബാക്കൾ അനുവർത്തിച്ച കാര്യവും. പിന്നെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത വേറൊരു പോയിന്റ്, മുഫസ്സിറുകളും ഹദീസ് പണ്ഡിതന്മാരും യുദ്ധങ്ങളെ യുദ്ധചരിത്രങ്ങളൊക്കെ ആഖ്യാനിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാരും ഫിഖ് പണ്ഡിതന്മാരും ആരും തന്നെ ഇങ്ങനെ ഒരു കരട് രേഖയെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. പൂർവികരുടെ കാലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ ഒരു കാര്യം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു രേഖ, ഒരു പ്രമാണം കയ്യിൽ കിട്ടിയപ്പോഴേക്ക് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു വലിയ ആളുകൾ, ഒരുപാട് ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു പോയ ഒരു കാര്യത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി കരട് രേഖ കയ്യിൽ കിട്ടിയപ്പോഴേക്ക് അദ്ദേഹം അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, വ്യാജമാണെന്നാണ് തെളിയിച്ചു കൊടുത്തു. അതും കൃത്യമായ സോളിഡ് എവിഡൻസ് വെച്ചിട്ട്, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത പവർഫുള്ളായ തെളിവ് വെച്ച് കൊടുത്തുകൊണ്ട് അദ്ദേഹം തെളിയിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അപാരമായ ഉൾക്കാഴ്ചയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയുമാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അറിവും കഴിവും മനസ്സിലാക്കി തരുന്ന, അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ആഴവും ആ കൂർമ്മ ബുദ്ധിയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വേറൊരു സംഭവമുണ്ട്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഇബ്നു തൈമിയ്യയുടെ സമകാലികനായ ഷെയ്ഖ് സ്വാലിഹ് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ ഇബ്നു തൈമിയ്യയെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ഒരിക്കൽ, അതായത് ഈ ഷെയ്ഖ് സ്വാലിഹ് താജുദ്ദീൻ എന്ന് പറയുന്ന ഒരാൾ ഷെയ്ഖിൻ്റെ മജ്ലിസിൽ ഒരിക്കൽ ഇരിക്കുകയാണ്. ആ സമയത്തൊരു ജൂതനായ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു. ഖലാ ഖദറുമായി ബന്ധപ്പെട്ട്, ഈ വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് സംശയം ചോദിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. അപ്പോൾ ആ ജൂതനായ ആൾ കൊണ്ടുവന്ന ആ സംശയം അത് കവിത രൂപത്തിൽ എഴുതിയിട്ടാണ് ആ സംശയം അദ്ദേഹം ചോദിച്ചത്. 8 വരികളുള്ള ഒരു കവിതയുടെ രൂപത്തിൽ എഴുതിയിട്ടാണ് ഈ പറയുന്ന ജൂതനായ ആൾ ഈ ഖലാ ഖദറിനെ കുറിച്ചുള്ള സംശയം ഇബ്നു തൈമിയ്യയുടെ അടുക്കൽ വന്ന് ചോദിച്ചത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ കടലാസ് ഇങ്ങനെ വാങ്ങിയിട്ട് ആ കവിത ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി വായിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം കുറച്ചിങ്ങനെ മൗനം അവലംബിച്ചുകൊണ്ട് കണ്ണടച്ച് ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ചിരുന്ന ശേഷം ഷെയ്ഖ് ഒരു പേപ്പറിൽ അതിൻ്റെ മറുപടി എഴുതാൻ തുടങ്ങി. അപ്പോൾ ഈ പറയുന്ന താജുദ്ദീൻ, അതായത് ഷെയ്ഖ് സ്വാലിഹ് താജുദ്ദീൻ അടക്കമുള്ള ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ വിചാരിക്കുകയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് മറുപടി എഴുതുമ്പോൾ അത് ഗദ്യരൂപത്തിലായിരിക്കും. പദ്യരൂപത്തിലാണ് ഈ ജൂതൻ സംശയം ചോദിച്ചതെങ്കിൽ അതിന് മറുപടി എഴുതുമ്പോൾ അത് ഗദ്യരൂപത്തിലായിരിക്കും എന്നാണ് അവരെല്ലാവരും വിചാരിച്ചിരുന്നത്. അങ്ങനെ എല്ലാവരും എഴുതി കഴിഞ്ഞപ്പോൾ ആ കടലാസിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ്. ആ സദസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും അന്താളിച്ചു പോയി എന്നാണ്. ചോദ്യകർത്താവ്, ആ ജൂതനായ ചോദ്യകർത്താവ് ആ കവിതയിലൂടെ ഖദറിനെക്കുറിച്ച്, വിധിവിശ്വാസത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യം, അതിന് കവിതയിൽ അദ്ദേഹം ഏതൊരു അതായത് ഏതൊരു വൃത്തമാണോ ഉപയോഗിച്ചത്, ആ പ്രാസം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഏതൊരു വൃത്തമാണോ അദ്ദേഹം ഉപയോഗിച്ചത് അതേ വൃത്തം ഉപയോഗിച്ചുകൊണ്ട് തന്നെ 184 വരികളുള്ള ഒരു കവിത ഷെയ്ഖ് എഴുതിയിട്ട് ഖലാ ഖദറിന്, ആ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി മാത്രമല്ല, ഖലാ ഖദറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതിനെല്ലാം കൃത്യമായി കവിതയിലൂടെ തന്നെ മറുപടി നൽകി എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദൃഷ്ടാന്തമായിട്ട് ഇതിനെ സൂചിപ്പിക്കുന്നൊക്കെ ഉണ്ട്. കാരണം ഒരുവിധം പല മേഖലകളിലും പാണ്ഡിത്യമുള്ള പല ആളുകൾക്കും കവിതയിലൊന്നും കഴിവുണ്ടാകാറില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പ്രത്യേകം കവിതയിൽ കഴിവുള്ള ആളൊന്നുമല്ല. എന്നിട്ടും അദ്ദേഹം കവിതയിൽ ഇത്രത്തോളം നിപുണത കൈവരിക്കാനും കവിതയിലൂടെ തന്നെ അതിന് മറുപടി കൊടുക്കാനൊക്കെ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തമായിട്ടൊക്കെയാണ് ചില പണ്ഡിതന്മാർ അത് നോക്കി കാണുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ഇത് ഈ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ പറയാണ്, നിമിഷ നേരത്തിനുള്ളിൽ രചിച്ച ആ താൽക്കാലികമായ കവിത, അത് ഇബ്നു തൈമിയ്യ മറുപടിയായിട്ട് രചിച്ച ആ കവിത, അതിനെ വ്യാഖ്യാനിക്കാൻ തന്നെ ഒരുപക്ഷെ 2 വലിയ വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ വേണ്ടി വരുമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെന്ന്. അത്രയും ആഴത്തിലുള്ള വരികളായിരുന്നു ഓരോ കാര്യങ്ങളും എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമകാലികരായ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തോട് അസൂയ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അവലംബിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ തന്നെയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയും അവലംബിച്ചിരുന്നത്. എന്നാൽ
ആ മേഖലയിലും ഷെയ്ഖിന് തൻ്റേതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും അവലംബിക്കുന്ന കിതാബ് തന്നെയാണ് അദ്ദേഹം അവലംബിക്കുക, പക്ഷെ അദ്ദേഹത്തിനായിട്ട് സ്വന്തമായിട്ടൊരു രീതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ വ്യാകരണശാസ്ത്രം, ഈ നെഹ്വ് പോലുള്ള അറബി വ്യാകരണ ശാസ്ത്രങ്ങൾ, സൊർഫ്, നെഹ്വ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് ആ കാലഘട്ടത്തിൽ എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും കിതാബുകളും കാര്യങ്ങളൊക്കെ അവലംബിക്കുന്ന വായിക്കുന്ന ആളുകളൊക്കെ നെഹ്വ് കുറച്ച് എന്തായാലും എങ്ങനെയായാലും അത് പഠിച്ചിട്ടുണ്ടാവും. ആ കാലത്തുണ്ടായിരുന്ന എല്ലാവരും അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സീബവൈഹിയെ ആണ് ആ കാലത്ത് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് ആളുകൾ ഗണിച്ചിരുന്നത്. നെഹ്വിൻ്റെ പിതാവായിട്ട് അന്ന് കണക്കാക്കി പോന്നിരുന്നത് സീബവൈഹി എന്ന് പറയുന്ന ഒരാളെയായിരുന്നു. സീബവൈഹിയുടെ വളരെ പ്രശസ്തമായൊരു ഗ്രന്ഥമാണ് അൽ കിതാബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തെ അവലംബിച്ചത് എല്ലാവരും അവലംബിക്കുന്ന രീതിയിലായിരുന്നില്ല. അതായത് എല്ലാവരും സീബവൈഹി എന്ന് പറയുന്നത് വ്യാകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ എല്ലാവരും പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു രീതി സ്വീകരിച്ചപ്പോൾ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അൽ കിതാബ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തെ സമീപിച്ചത് ഒരു നഖ്ദോട് കൂടിയിട്ടാണ്. അതായത് ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ്. അതായത് ഒരു എന്താ പറയുന്ന നിരൂപണാത്മകമായിട്ടാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി സീബവൈഹിയുടെ ഈ വ്യാകരണ ശാസ്ത്ര ഗ്രന്ഥമായ അൽ കിതാബിനെ അദ്ദേഹം സമീപിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഗ്രന്ഥത്തിൽ അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ചില തെറ്റുകളുണ്ട് എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സീബവൈഹി എന്ന് പറയുന്നത് അദ്ദേഹത്തെയാണ് ആ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും വ്യാകരണത്തിൻ്റെ പിതാവായി ഗണിച്ചു പോന്നിരുന്നത്. സീബവൈഹിയുടെ പ്രശസ്ത ഗ്രന്ഥമായ അൽ കിതാബ് ഇബ്നു തൈമിയ അവലംബിച്ചത് നമ്മൾ പറഞ്ഞു നിരൂപണത്വ ദൃഷ്ടിയോട് കൂടിയിട്ടാണ്. അങ്ങനെ ഈ പറയുന്ന ഈ പ്രശസ്ത വ്യാകരണ പണ്ഡിതനായ അബൂ ഹയ്യാൻ ചില വ്യാകരണ നിയമങ്ങൾ മുന്നിൽ നിരത്തിയിട്ട് ഇബ്നു തൈമിയയെ ഗണ്ണിച്ചപ്പോൾ, അതായത് അബൂ ഹയ്യാൻ എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന വ്യാകരണ പണ്ഡിതൻ, നെഹ്വിലെ പണ്ഡിതനായ അബൂ ഹയ്യാന് ചില നെഹ്വിയായ നിയമങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഗണ്ണിച്ചപ്പോൾ ഷെയ്ഖ് ഈ അബൂ ഹയ്യാന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു: വ്യാകരണ ശാസ്ത്രം എന്ന് പറയുന്നത് അവതീർണമായൊരു പ്രവാചകനൊന്നുമല്ലല്ലോ. സീബവൈഹിയുടെ അൽ കിതാബിൽ 80 സ്ഥലങ്ങളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് നെഹ്വിൻ്റെ പിതാവെന്ന് ഗണിച്ചു പോരുന്ന സീബവൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ വലിയ നെഹ്വിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അവലംബ ഗ്രന്ഥമായി ആളുകൾ നോക്കിക്കാണുന്നിടത്ത് ആ കിതാബിനെ അദ്ദേഹം നിരൂപണാത്മകമായ രീതിയിൽ കണ്ടിട്ട് അതിൽ ചില തെറ്റുകൾ സൂചിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇബ്നു തൈമിയയുടെ ആ ഒരു ഭാഷാ പാണ്ഡിത്യം പോലും നമ്മൾ മനസ്സിലാക്കണം. ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കഴിവാണ് അത് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സീബവൈഹിയുടെ അൽ കിതാബ് എന്ന് പറയുന്ന ഈ വ്യാകരണ ശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥം അവലംബയോഗ്യമല്ല, അതിൽ കുറേ തെറ്റുണ്ട് എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിരൂപണ മികവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക തലം എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ ഫിലോസഫി, അതായത് ഈ തത്വശാസ്ത്രങ്ങൾ, യവന തത്വചിന്ത, ഈ ഗ്രീക്ക് ഫിലോസഫി വല്ലാതെ കടന്നു വന്നിരുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഭയങ്കരമായ അതിപ്രസരണം കാരണം ഈ തത്വശാസ്ത്രത്തിന് മറുപടി കൊടുക്കാൻ വേണ്ടി, ഈ ഗ്രീക്ക് ഫിലോസഫിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ പോലും ഫിലോസഫിയുടെ സ്വാധീനം കടന്നുകൂടുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കുക, അതായത് ഫിലോസഫിയുടെ ഭയങ്കരമായ പ്രസരം ഉണ്ടായപ്പോൾ ആ ഫിലോസഫിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി ആളുകൾ ഗ്രന്ഥം എഴുതിയപ്പോൾ അതിൽ പോലും ഫിലോസഫി കടന്നുകൂടുക. അപ്പോൾ അത്രയും അത് ആളുകൾക്കിടയിലേക്ക് ഇങ്ങോട്ട് ലയിച്ചു ചേർന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രചനകളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന ചില തെറ്റായ ഫിലോസഫിക്കലായ വ്യാഖ്യാനങ്ങളിൽ നിന്നെല്ലാം ആ ഗ്രന്ഥം മുക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളും അതിൽ നിന്ന് മുക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഫിലോസഫിയുടെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഗ്രന്ഥത്തിൻ്റെ പേര് അർ-റദ്ദു അലൽ മൻതിഖിയ്യീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. ഇബ്നു തൈമിയ അഗെയിൻസ്റ്റ് ദ ഗ്രീക്ക് ലോജിഷ്യൻസ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. ഇതൊക്കെ ഷെയ്ഖിൻ്റെ അറിവിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില സംഭവങ്ങളാണ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തഫ്സീറായിരുന്നു. ഖുർആനുമായുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ബന്ധം, അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് തഫ്സീറിൽ ഇത്ര താല്പര്യം ഉണ്ടാകാനുള്ള കാരണം.
ഓരോ ആയത്തുകളിലൂടെയും ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു പോകുമ്പോൾ പുതിയ പുതിയ അറിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. ഷെയ്ഖിൻ്റെ ഖുർആൻ ഗവേഷണത്തെക്കുറിച്ച് ഷെയ്ഖ് തന്നെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരു ആയത്തിൻ്റെ തഫ്സീറിന് വേണ്ടി ഞാൻ 100 തഫ്സീറുകൾ വരെ പരതി നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു തഫ്സീറിൻ്റെ, ഒരു ആയത്തിൻ്റെ തഫ്സീറിന് വേണ്ടി ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചില സന്ദർഭങ്ങളിൽ 100 തഫ്സീർ വരെ റെഫർ ചെയ്യും, അത് അവലംബിച്ച് നോക്കുന്നു. അതോടൊപ്പം മാത്രമല്ല, ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും ഇങ്ങനെയാണ്: ആദം അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം നബിയെയും പഠിപ്പിച്ച നാഥ, എനിക്കും ഇത് പഠിപ്പിച്ച് തരണേന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആദം അലൈഹിസ്സലാമിനും ഇബ്രാഹിം നബിയൊക്കെ പഠിപ്പിച്ച റബ്ബെ, എനിക്കും ഇത് പഠിപ്പിച്ച് തരണേന്ന് അള്ളാഹിനോട് ഉള്ളം തട്ടിയിട്ട് തേടും. മാത്രമല്ല, അദ്ദേഹത്തെ പറ്റി കാണാം, ഈ പൊട്ടിപ്പൊളിഞ്ഞ പള്ളികളിലും വിജനമായ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോയി മുഖം മണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കും, ഇബ്രാഹിം നബിയെ പഠിപ്പിച്ച നാഥ, എനിക്കിത് പഠിപ്പിച്ച് തന്നാലുംന്ന്. അപ്പോൾ കണ്ട് വിജ്ഞാനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന അള്ളയാണ്. അത് നമുക്ക് കുറേ ആയത്തുകളിൽ നിന്ന് ഖുർആനിൽ കാണാൻ പറ്റും. അറിവിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. വലാ യുഹൈതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ഷാ. ഖുർആൻ്റെ 2-ാം അധ്യായം ബഖറ 255 വചനം. അതിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അള്ളാഹിൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ അവർക്ക് സൂക്ഷ്മമായി ഒന്നും അറിയാൻ കഴിയൂല. അതുപോലെ തന്നെ 2-ാം അധ്യായം ബഖറ 269 വചനത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, യുഅ്തിൽ ഹിക്മത മൻ യശാ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് കൊടുക്കും, തത്വജ്ഞാനം നൽകും. ആർക്കാണോ അള്ളാഹു തത്വജ്ഞാനം നൽകുന്നത് അവർക്ക് ധാരാളം ഖൈർ ലഭിച്ചിരിക്കുന്നു. ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറിവിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്, ഉടമസ്ഥൻ എന്ന് പറയുന്നത് അള്ളാഹാണ്. അത് അള്ളാഹിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം. പഠിച്ചോനെ എനിക്ക് അറിവ് കൊണ്ട. അതുകൊണ്ടാണ് ഖുർആൻ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്, റബ്ബി സിദ്നി ഇൽമ, എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ച് നൽകണമേ. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 114 വചനമാണ്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറയുന്ന പൊട്ടിപ്പൊളിഞ്ഞ പള്ളികളിലും വിജനമായ സ്ഥലങ്ങളിലൊക്കെ പോയി മണ്ണിൽ തല വെച്ച് അവിടെ മുഖം വെച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവെ ഇബ്രാഹിം നബിയെയും ആദം അലൈഹി ഇസ്ലാമിനെയും ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത റബ്ബെ, എനിക്കിത് പഠിപ്പിച്ചു കൊണ്ടാന്നിങ്ങോട്ട് പ്രാർത്ഥിക്കും. അള്ളാഹു അദ്ദേഹത്തിന് വിജ്ഞാനം കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മാത്രമല്ല, ഈ ഷെയ്ഖിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബാത്തിനിയാക്കളും ഈ പറയുന്ന തത്വചിന്തകന്മാരായിട്ടുള്ള ഫിലോസഫേഴ്സായിട്ടുള്ള ആളുകളും ഇവരെല്ലാവരും ഇസ്ലാമിനെതിരെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നോ, ഇസ്ലാമിൻ്റെ അജയ്യതയും ഇസ്ലാമിൻ്റെ ആ ഒരു എന്താ പറയുക പ്രൗഢിയും ഇസ്ലാമിൻ്റെ ആ തെളിമയാർന്ന മാർഗവുമൊക്കെ അത് ഇല്ലാതാക്കാൻ വേണ്ടി, അതിനെ കരിവാരിത്തേക്കാൻ വേണ്ടി ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നോ അതെല്ലാം അദ്ദേഹം ഇരുന്ന് പഠിക്കും. അവർക്കെതിരെ തന്നെ അത് തിരിച്ചുവിടുകയും ചെയ്യും. ഷെയ്ഖിൻ്റെ സമകാലികനായ അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്ന അല്ലാമ കമാലുദ്ദീൻ ഇബ്നു സംലഖാനി അദ്ദേഹം പറയുന്നുണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ വിജ്ഞാനം മുഴുവൻ അള്ളാഹു ഷെയ്ഖിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന്. ഒരു വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും അദ്ദേഹത്തോട് സംശയം ചോദിച്ചാൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഇതല്ലാത്ത മറ്റൊരു വിഷയത്തിലും തനിക്ക് അറിവില്ല എന്ന രീതിയിലാണ് അദ്ദേഹം വിശദീകരണം നൽകുക. കേട്ടു നിൽക്കുന്നവർ അപ്പോഴേക്കും അദ്ദേഹത്തെ പോലെ ഈ വിഷയം മറ്റാർക്കും അറിയില്ല എന്നും വിധി പറഞ്ഞിട്ടുണ്ടാകും. വിവിധ മദ്ഹബുകളിലുള്ള പണ്ഡിതന്മാർ ഷെയ്ഖിൻ്റെ ദർസിലിരിക്കുമ്പോൾ തങ്ങൾക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ലാത്ത പല അറിവും ലഭിച്ചിട്ടാണ് ആ പണ്ഡിതന്മാർ മുഴുവൻ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോവുക. ആരുമായെങ്കിലും വാദപ്രതിവാദം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയിട്ട് അവിടെ അദ്ദേഹം മൗനം പാലിച്ചു പരാജിതനായി എന്ന പേരിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടേയില്ല. മതപരവും ഭൗതികവുമായ വിഷയങ്ങളിൽ അദ്ദേഹം സംസാരിച്ചാൽ ആ വിഷയത്തിൽ മികച്ചു നിൽക്കുന്ന ഏതൊരു പണ്ഡിതനെയും അദ്ദേഹം കവച്ചു വെക്കുമായിരുന്നു. ഗ്രന്ഥരചനയിലും അദ്ദേഹത്തിൻ്റെ നൈസർഗികമായ സിദ്ധി ഉണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഷെയ്ഖിൻ്റെ വിജ്ഞാന സദസ്സുകളെപ്പറ്റി അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വിജ്ഞാനം വിതറുന്ന ക്ലാസ്സുകളായിരുന്നു ഷെയ്ഖിൻ്റെ ക്ലാസ്സുകൾ. വൈജ്ഞാനികമായ മൂല്യവും ജനപിന്തുണയും മനസ്സിലാക്കി ഷെയ്ഖ് താജുദ്ദീൻ ഫസാരി ആ ക്ലാസ് ഓരോന്നും പകർത്തിയെടുക്കും. ഈ ദർസെല്ലാം ഞെടുക്കുമ്പോൾ ഷെയ്ഖിൻ്റെ പ്രായം എന്ന് പറയുന്നത് വെറും 22 വയസ്സ് മാത്രമാണ്. മാഷാ അല്ലാഹ്, നമ്മളൊന്ന് മനസ്സിലാക്കുക എന്താണ് ആ അറിവിൻ്റെ ഒക്കെ ഒരു ആഴെന്ന് പറയുന്നത്. ആ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര അറിവ് അദ്ദേഹം നേടിയെടുത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉപ്പ ഷിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ദമാസ്കസിൽ നടത്തിയിരുന്ന ഖുർആൻ പഠന ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു. അവർ ഹറാനിൽ നിന്ന് ഹിജറ ചെയ്ത് ദമസ്കസിലെത്തിയപ്പോൾ ദമസ്കസിൽ അറിയപ്പെടുന്ന വലിയ ഒരു പള്ളിയിൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഷിഹാബുദ്ദീൻ
അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് എടുക്കാറുണ്ടായിരുന്നു എന്ന്. ആ ദർസ് അദ്ദേഹം നടത്തിയിരുന്ന ആ ഖുർആൻ പഠന ക്ലാസ് ഇബ്നു തൈമിയ്യയുടെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം, അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ മരണശേഷം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഏറ്റെടുത്തു. വിജ്ഞാനം തുളുമ്പുന്ന ആ ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, ഇബ്നു തൈമിയ്യയുടെ വൈജ്ഞാനികമായ ആ ഖുർആൻ ക്ലാസ്സുകളെക്കുറിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചർച്ചയായി. ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ആ നാടിൻ്റെ പല ദിക്കുകളിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തുമായിരുന്നു അങ്ങോട്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വൈജ്ഞാനികവും നവീനവുമായ ധാരാളം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ സദസ്സിലേക്ക് ജനങ്ങളുടെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഷെയ്ഖിൻ്റെ തഖ്വയുടെയും ഇഹപരമായ പരിശ്രമത്തിൻ്റെയും ഒരു നല്ല ഉദാഹരണമായിരുന്നു ആ സദസ്സ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആ ദർസ് ചർച്ചയായി. കാലങ്ങളോളം അത് നിലനിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ ക്ലാസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, തഫ്സീർ ക്ലാസ്സൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം വിശദീകരിക്കുക. ഒരു ദർസിൽ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം, ആ ഒരു ആയത്തിൻ്റെ ഒരു ഭാഗം അദ്ദേഹം വിശദീകരിക്കുമ്പോഴേക്ക് മണിക്കൂറുകൾ കടന്നു പോയിട്ടുണ്ടാവും. 4-5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ടും ആ ആയത്തിൻ്റെ ഒരു കുറഞ്ഞ ഭാഗം, ആദ്യ ഭാഗമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിൽ ദർസിലേക്ക് അത് മാറ്റി വെക്കുന്ന, അത്രയും പറഞ്ഞ് ഇഷ്ടംപോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പറയാൻ മാത്രമുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അറിവിൻ്റെ വിശാലതയാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആഴമേറിയ ഈ വിജ്ഞാനം, അങ്ങനെയുള്ള ആഴമേറിയ അറിവിൻ്റെ ഒരു ഉടമയാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്നതുകൊണ്ട് തന്നെ അജ്ഞതയ്ക്കെതിരെ, അധാർമികതകൾക്കെതിരെ അദ്ദേഹം, അനീതികൾക്കെതിരെ, തിന്മ കാണുമ്പോൾ അതിനെതിരെയൊക്കെ അദ്ദേഹം ഷെയ്ഖ് ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നിശബ്ദനാകാൻ കഴിഞ്ഞതേയില്ല. കാരണം അത്രയും അറിവ് അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് വ്യതിചലനങ്ങൾ സംഭവിക്കുമ്പോൾ, വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ സ്വാഭാവിക അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ അദ്ദേഹത്തിന് മൗനം പാലിക്കാൻ പറ്റില്ല. അദ്ദേഹം ആ തിന്മകൾക്കെതിരെ, പ്രയാസങ്ങൾക്കെതിരെ, നാട്ടിൽ നടക്കുന്ന ഹറാമുകൾക്കെതിരെ, വ്യതിയാനങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം ശബ്ദിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം എപ്പോഴും പറയും ചെയ്യും, ഹൃദയത്തിൽ രോഗമുള്ളവർ മാത്രമേ റബ്ബിനെ ഭയപ്പെടുകയുള്ളൂ എന്ന്. അത് ഷെയ്ഖ് ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഉൾക്കൊണ്ട ഓരോ വിജ്ഞാനവും അത് ജനങ്ങളിലേക്ക് തുറന്നു പറയുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരാളെയും ഭയപ്പെട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ പ്രചരിപ്പിക്കാനും തിന്മക്കെതിരെ അദ്ദേഹം പോരാടുകയും ജനങ്ങളിലുള്ള അധാർമികതകൾക്കും പൗരോഹിത്യത്തിനെതിരെ അദ്ദേഹം ശബ്ദിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ പല സന്ദർഭങ്ങളിലും ഷെയ്ഖിന് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ജയിലിലിട്ടിട്ടും എന്തൊക്കെ അദ്ദേഹത്തെ കാട്ടിയിട്ടും അവിടെ ഒന്നും അദ്ദേഹം തോറ്റുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ജയിലിലടക്കപ്പെട്ടപ്പോൾ പോലും ആ കാലഘട്ടം, ആ ജയിൽ ജീവിതം അദ്ദേഹം വിജ്ഞാനം നേടാനും അള്ളാഹുവിനെ ധാരാളമായി ഇബാദത്ത് ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അതിശക്തമായ പരീക്ഷണ ഘട്ടങ്ങളെ അനായാസം എങ്ങനെ തരണം ചെയ്യാം എന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ, ഒരു വിശ്വാസിക്ക് കൃത്യമായ രീതിയിൽ ഉള്ള ഒരുപാട് ഗുണപാഠങ്ങൾ ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ, അടുത്തൊരു വീഡിയോയിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നപ്പോൾ, ജയിലിലായ സമയങ്ങളിൽ എങ്ങനെയാണ് ആ ജയിൽ ജീവിതം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് എന്നുള്ളത് ചർച്ച ചെയ്യാം. കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ഗ്രഹിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.